Dear students, welcome to Winners Academy NIOS മലയാളം ക്ലാസ്. മലയാളത്തിലെ അവസാന പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കടങ്കഥയുടെ വ്യാകരണം. TB വേണുഗോപാല പണിക്കർ. നമുക്കറിയാം, ലോകത്താകമാനം കടങ്കഥകൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ മനുഷ്യരാശിയുണ്ടോ, എവിടെ സംസ്കാരമുണ്ടോ, എവിടെ പൈതൃകങ്ങളുണ്ടോ, അവിടെയൊക്കെ കടങ്കഥകളുണ്ട്. അതിനാൽ കടങ്കഥയുടെ പാരമ്പര്യം പ്രാചീന സംസ്കാരത്തോളം പഴക്കമുണ്ട് എന്നാണ് ദാർശനികന്മാർ പറയുന്നത്. പ്രാചീന സംസ്കാരത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ അത്രത്തോളം കടങ്കഥയ്ക്കും പഴക്കമുണ്ട്. കടങ്കഥ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു കഥ മാത്രമല്ല, ജീവിത മൂല്യങ്ങൾ കാച്ചിക്കുറുക്കി വെച്ച പദ സമൂഹമാണ് കടങ്കഥ. ശരിക്കും ഈജിപ്ത് പുരോഹിതന്മാർ, ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തെ പുരോഹിതന്മാർ കടങ്കഥയിൽ വളരെയധികം പ്രാവീണ്യമുള്ളവരായിരുന്നു. ആ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ പല കാര്യങ്ങളും കടങ്കഥാ രൂപത്തിലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. കടങ്കഥയുടെ അതിദേവത എന്നറിയപ്പെടുന്ന സ്ഫിങ്സ് ദേവതയാണ് കടങ്കഥയുടെ അതിദേവത എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞ ആ സ്ഫിങ്സ് ചോദിച്ച കടങ്കഥയുടെ ഉത്തരം ഈഡിപ്പസ് മഹാരാജാവ് ഉത്തരം പറഞ്ഞ് സ്ഫിങ്സിനെ തോൽപ്പിച്ചു എന്ന് യവന പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പം കടങ്കഥ നമുക്കറിയാം, യവന തത്വശാസ്ത്രങ്ങളിലും ഈജിപ്തിലായാലും ഗ്രീക്കിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അറേബ്യൻ രാജ്യങ്ങളിലായാലും നമുക്കറിയാം, പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങളിൽ ഈ ഭൂഗോളത്തിൽ എവിടെയെല്ലാം മനുഷ്യരാശിയുണ്ടോ, സംസ്കാരങ്ങളുണ്ടോ, അവിടെയെല്ലാം കടങ്കഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയും. ഭാരതീയരുടെ വേദോപനിഷത്തുകള്, എല്ലാ വേദങ്ങളിലും അതേപോലെ തന്നെ ഉപനിഷത്തുകള്, ഇതിഹാസങ്ങള്, പുരാണങ്ങള് തുടങ്ങിയവയെല്ലാം കടങ്കഥകൾ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടുന്നുണ്ട്. കടങ്കഥകളുടെ സാന്നിധ്യം വളരെയധികം പ്രശംസനീയമായിരുന്നു ഈ ഗ്രന്ഥങ്ങളിലെല്ലാം. രാജാക്കന്മാരോട് ഋത്വിക്കുകൾ മീൻസ് യാഗം ചെയ്യുന്ന ആചാര്യന്മാരെയാണ് ഋത്വിക്കുകൾ എന്ന് പറയാം. ഋത്വിക്കുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതെ, അല്ലെങ്കിൽ ഗൂഢപ്രശ്നങ്ങൾ ചോദിക്കുന്നത് കടങ്കഥാ രൂപത്തിലായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന ചടങ്ങുകള് വേദങ്ങളില്, പ്രത്യേകിച്ച് ഋഗ്വേദത്തിൽ പ്രത്യേകം എന്താണ് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപനിഷത്തുകളിലും കൃത്യമായ രീതിയിൽ എന്താണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാഭാരതത്തിലെ യക്ഷപ്രശ്നങ്ങളിലും ഉത്തരം കടങ്കഥാ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കടങ്കഥയിലെ തത്വശാസ്ത്രങ്ങളും മനഃശാസ്ത്രങ്ങളും അതേപോലെ തന്നെ എന്തിനേറെ പറയുന്നു, ഗണിതശാസ്ത്രം പോലും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് പല കടങ്കഥകളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ കടങ്കഥകള് ആദ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്ന ഏറ്റവും വലിയ വൈജ്ഞാനികതയുടെ ഒരു മൂർത്ത രൂപം എന്ന് നമുക്ക് പറയാം. അറിവിന്റെ ഏറ്റവും വലിയ രൂപം എന്ന് നമുക്കറിയാം. യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ഭീഷ്മർ തനിക്ക് ഏറ്റ അമ്പ് അർജുനന്റെ ചാപം കൊണ്ടാണ് എന്നറിഞ്ഞപ്പോഴും അവിടെ ഉപയോഗിച്ചത് എന്താണ്, ഒരു കടങ്കഥയാണ്. പുരാതന ബാബിലോണിയയിലെ ശിശുപാഠ ഗ്രന്ഥത്തില് കടങ്കഥകൾ വളരെ പൗരാണികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിവുകളുണ്ട്. അപ്പോൾ ഈ കടങ്കഥ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാചീന ഗ്രീക്ക്, റോമൻ അല്ലെങ്കിൽ യവന സംസ്കാരം മുതൽ, ഈജിപ്ത് സംസ്കാരം മുതൽ ഇങ്ങ് വന്ന് ഭാരതീയ സംസ്കാരം വരെ എത്തിച്ചേരുമ്പോൾ അവിടെ എല്ലാ തരത്തിലും എന്താണ് ഈ കടങ്കഥകളുടെ ഇതുണ്ടായിരുന്നു എന്ന് കാണാം. എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും. ബൈബിളിൽ വളരെയധികം എന്താണ് കടങ്കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. സൈലോമോൻ രാജാവിന്റെയും സൈലോമോൻ രാജാവും ഷേബ രാജ്ഞിയും കടങ്കഥാ മത്സരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആദ്യകാലങ്ങളില് പ്രധാനമായിട്ടും തത്വശാസ്ത്രങ്ങളും മനഃശാസ്ത്രങ്ങളും ജീവിത തത്വങ്ങളും മാനുഷിക മൂല്യങ്ങളും ധർമ്മങ്ങളും ഹ്യൂമൻ വാല്യൂസ് ആൻഡ് എത്തിക്സ് പറയാം, ഇതൊക്കെ പ്രധാനമായിട്ടും ഇത്തരം കടങ്കഥകളില് സന്നിവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കടങ്കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥവും
ഒരുപാട് ജീവിത മൂല്യങ്ങളും നൽകുന്ന ഒരു വലിയ സന്ദേശത്തിന്റെ ഒരു ചെറിയ രൂപമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. അത് വെറും കടങ്കഥ മാത്രമല്ല, അല്ലെങ്കിൽ അത് വെറും കഥ മാത്രമല്ല, അതിൽ ഒരുപാട് എന്താണ് അറിവിന്റെ, അല്ലെ ജീവിത മൂല്യങ്ങളുടെ, അല്ലെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സ്പർശിയായിട്ടുള്ള വസ്തുതകൾ അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ കടങ്കഥയെ കടങ്കഥയായിട്ട് നമ്മൾ തള്ളിക്കളയുന്നതിനേക്കാൾ നല്ലത് ആ കടങ്കഥയിൽ അടങ്ങിയിട്ടുള്ള ജീവിത തത്വങ്ങളെയും അതേപോലെ തന്നെ തത്വശാസ്ത്രങ്ങളെയും മൂല്യങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളത് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ തന്നെ ഉപനിഷത്തുക്കളും നമ്മളോട് എന്താണ് കൃത്യമായിട്ട് തെളിവ് സഹിതം പറയുന്നുണ്ട്. അപ്പം എത്രത്തോളം എന്താണ് കടങ്കഥയ്ക്ക് പാരമ്പര്യമുണ്ടോ ആ പാരമ്പര്യം എപ്പോൾ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, പ്രാചീന മനുഷ്യ സംസ്കാരം എന്നാണോ തുടങ്ങുന്നത് അന്നു മുതൽ കടങ്കഥയ്ക്കും എന്താണ് പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും. അങ്ങനെ പ്രാചീന സംസ്കാരം മുതൽ ആധുനിക സംസ്കാരം വരെ, ഉത്തരാധുനിക സംസ്കാരം വരെ എത്തിയിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ആഗോള തലത്തിലും കടങ്കഥകൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രസക്തിയാണ്, അതിന്റെ ജീവിത മൂല്യം, അതിലടങ്ങിയിട്ടുള്ള സന്ദേശമാണ്. അതിലടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ജീവിത മൂല്യവും ധാർമ്മികതയും അതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത് എന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ടി.ബി. വേണുഗോപാലപ്പണിക്കർ കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഇതിലൂടെ പറയുന്നത്. നിഗൂഢമായ രഹസ്യങ്ങൾ, നിഗൂഢമായ യാഗരഹസ്യങ്ങൾ, പ്രശ്നരഹസ്യങ്ങൾ, അതേപോലെ തന്നെ ഗണിത ശാസ്ത്ര രഹസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട് എന്ന് വേണുഗോപാലപ്പണിക്കർ നമ്മളോട് കൃത്യമായിട്ട് എന്താണ് കടങ്കഥയുടെ വ്യാകരണം എന്ന് പറയുന്ന ഇതിലൂടെ എന്താണ് കൃത്യമായ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ ഈ 28 അധ്യായത്തോടുകൂടി മലയാള പാഠം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിന്റെ അവസാനം കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40ഓളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അതിൽ നിന്നുള്ളത് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ഓരോ പാഠവും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ഓരോ ചോദ്യങ്ങളും കൃത്യമായ രീതിയിൽ, ചെറിയ ചോദ്യങ്ങളും വലിയ ചോദ്യങ്ങളും എസ്സേ രൂപത്തിലുള്ള ചോദ്യങ്ങളും കൃത്യമായ രീതിയിൽ പാഠസന്ദർഭങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ച് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷ എഴുതാൻ തയ്യാറാകണമെന്ന് ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്ത ഒരു വസ്തുതയും ചോദിക്കില്ല. പിന്നെയുള്ളത് നിങ്ങളുടേതായ ശൈലിയിൽ എഴുതേണ്ടതാണ്. ആ ശൈലിയിലേതായി എഴുതുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വിശകലനം ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായ രീതിയിൽ എന്താണ് കഥയായാലും കവിതയായാലും നാടകമായാലും വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ വാക്കിലും എഴുതിയാൽ ഏറ്റവും നല്ല എന്താണ് മാർക്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് എന്താണ് മനസ്സിലാക്കാം. അപ്പൊ ഇതോടുകൂടി മലയാളം ക്ലാസ് അവസാനിക്കുകയാണ്.